ഹലോ ഗൈസ്, ഇന്ന് മഴയാണ്. അതിനോടൊപ്പം മറ്റൊരാൾക്ക് പണി കിട്ടിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ നിന്നപ്പോഴത്തേക്കും ഒരു പാവപ്പെട്ട ബംഗാളികളെ വണ്ടിയും കൊണ്ട് ഗ്രൗണ്ടിലോട്ട് കയറി. കട്ട ഷോ ഓഫ് ആയിരുന്നു, പറഞ്ഞു കേട്ടില്ലേ മഴയാണ്, ചെളിയാണ്, താരുമെന്ന്. അളി അതൊന്നും കേട്ടില്ല, കൊണ്ടുവന്ന് കയറ്റി വണ്ടി അങ്ങ് താന്ന്. അവസാനം അവിടെ കിടന്ന് കണ്ടം മുണ്ടം ചെളി കളിയായിരുന്നു. കണ്ട് സഹിക്കാൻ വയ്യാതെ അവസാനം ഞാൻ നമ്മുടെ കൂടെയുള്ള പയ്യനൂടെ ചെന്ന് സഹായിച്ച് ഒരുവിധം തള്ളിയൊക്കെ നോക്കി, അനങ്ങണില്ല ഗൈസ്. ആളിയെ ലോക്കായി. കൂടെ ഉള്ളവൻ വലിയ ഡ്രൈവറാണെന്നും പറഞ്ഞ് കയറി ചെറിയ ചെളിയിലെ വണ്ടിയെ കൊണ്ട് ഫുള്ള് ചെളിയിൽ പുതച്ച്. അവസാനം ഞാൻ എന്നെക്കൊണ്ട് പട്ടണ രീതിക്കൊക്കെ തള്ളി. രാവിലെ 2 ഭൂരിയാണ് അതിനുള്ള ശക്തിക്കൊക്കെ തള്ളി നോക്കി ഗൈസ്. ഒന്നും നടക്കണില്ല, തള്ളോട് തള്ളു. അവസാനം ടയർ കരിഞ്ഞ് പുക വരണതായി. അവസാനം എന്ത് ചെയ്യാൻ പറ്റും? തള്ളത്തോട് തള്ളക്കം തന്നെ. നാട്ടിലെ പോലെ 10 തള്ളു തള്ളി വണ്ടി മളിക്കറ്റെന്ന് ചോദിച്ചാൽ നടക്കില്ല ഇവിടെ. അങ്ങനെ ഇരിക്കെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ ചാറി. ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് അവൻ്റെ വിഷമവും കണ്ടൊരു വ്ളോഗൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും നമ്മളെ പിള്ളേർ വന്നു തുടങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, എൻ്റെ ഫാൻസർ എന്നെ വിളിച്ച് ബായ് ഇന്നലത്തെ വീഡിയോ പൊളിയായിരുന്നെന്ന് പറഞ്ഞ് എനിക്കൊരു ചിരി വന്നു. ആ ചിരിയും ചിരിച്ചുകൊണ്ട് ഞാനും എൻ്റെ പിള്ളേരൂടെ ബാക്കി പരിപാടി തുടങ്ങി. ഞങ്ങളൊന്ന് നോക്കി എന്താണ് പരിപാടി. വെസ്റ്റ് ബംഗാൾ വണ്ടിയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഒഡീഷയിലാണ്. പെഹലെ ഇത് ഒഡീഷയായിരുന്നു, ബാഹർ അബി ജാർഖണ്ഡാണ്, പിന്നെ ബീഹാറാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് ഇന്നൊരു വെറൈറ്റി സൗണ്ടിലൊരു വീഡിയോ എടുത്തുകളയാന്ന് വിചാരിച്ച്. എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരെയും അഭിപ്രായം പറഞ്ഞു. വെസ്റ്റ് ബംഗാൾ വണ്ടി പൊതഞ്ഞത് ഒഡീഷയിലാണ്. ഞങ്ങൾ അങ്ങോട്ട് തള്ളി തുടങ്ങി ഗൈസ്, തള്ളോട് തള്ളിക്കയറ്റിട്ടൊന്നും നടക്കല്ല. കൊച്ചു പിള്ളേരൊക്കെ വന്ന് പിന്നെ ഭായിമാരോടൊപ്പം അവരെ ഒടിയ ലാംഗ്വേജിൽ കുറച്ച് കണ്ടം മുണ്ടവും ഒക്കെ സംസാരിച്ചതിന് ശേഷം അമ്മച്ചി, പാവപ്പെട്ട അമ്മച്ചി എവിടെ നിന്നോ വന്ന് വെള്ളമൊക്കെ വാരി വാറ്റയാണ്. നാട്ടുകാരൊക്കെ കൂടി ആകെ കലിപ്പാണ്, സീനാണ് ഗൈസ് ഇവിടെ. അവസാനം ഞങ്ങൾ എന്ത് ചെയ്യാമെന്നും പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് വീണ്ടും മഴ പെയ്യും. ഈ മഴ കാരണം ഇവിടെ ഒരു നിവർത്തിയില്ല. ചിറാപ്പുഞ്ചിയൊന്നുമല്ല, ഇത് ഒഡീഷയാണ്, ഒഡീഷ. അമ്മച്ചി വന്നിരുന്ന് ചെളി കെട്ടിയ വെള്ളം കോരി കളയക്കവും ബഹളവും. അതിൻ്റെ ഇടയിൽ തലതിരിഞ്ഞ പിള്ളേരാണെങ്കിൽ തലങ്ങും പലങ്ങും പണിയോട് പണി. വണ്ടി അവസാനം നല്ല രീതിയിൽ പൊതഞ്ഞ് കേസ്. നാട്ടുകാർ കൂടി എല്ലാവരും കൂടി കളിയോട് കളി. കളിയോട് കളിയുന്നത് കളിയോട് കളി. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി എടുക്കുന്നു, പോകുന്നു, കറക്കുന്നു, തിരിക്കുന്നു. ഞാൻ തന്നെ എൻ്റെ സമനില തെറ്റി കേസ്. ചൂടെടുത്ത് പണ്ടാരടങ്ങിയിരുന്നപ്പോൾ മഴ പെയ്തപ്പോൾ ഒടുക്കത്തെ മഴ. ഇട്ടിരുന്ന് തുണി കഴിവിടാണല്ലോ എന്ന് ആലോചിച്ച് ഞാൻ അങ്ങ് നടന്നു. നോക്കിയപ്പോൾ വീണ്ടും പോകുന്നത്. പിന്നെ ജാക്കിയൊക്കെ എടുത്ത് വെച്ച് ഉമ്മാരെന്തോ പുതിയ സെറ്റപ്പ് ഒരു വണ്ടി ബേക്കെടുക്കാൻ നോക്കി. അമ്മച്ചീരെ കൈയും കാലൊക്കെ എൻ്റെ ഇടയിലാവുമല്ലോ പറഞ്ഞ് ഞാനും കുറച്ച് നേരം നോക്കിയത്. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, മച്ചന്മാരെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ തള്ളു തുടങ്ങി. ചെറുക്കന്മാർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഉരുളക്കിഴങ്ങിൻ്റെയും സവാളയുടെയൊക്കെ പവർ കാണിക്കുന്നുണ്ട്. അവന്മാരുടെ ഞാനും കട്ട കയറി നിന്ന് ചുമ്മാ ഒരാവശ്യത്തിൻ്റെ തള്ളോട് തള്ളു. എവിടെ അനങ്ങാൻ വേണ്ടി, ചെളിയല്ലേ കേസ്. അവസാനം എല്ലാവർക്കും കാര്യം മനസ്സിലായി, ഈ തള്ളിലൊന്നും നടക്കില്ല. അവസാനം ഡ്രൈവർമാർ കയറിക്കൊണ്ടിരുന്ന് ഞങ്ങളും മാറി തള്ളിക്കൊണ്ടിരുന്നു. തള്ളി 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 എൻ്റെ കണ്ടം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വയറുഷമൊക്കെ കാരണം ചോറ് ഞാൻ പോകുമെന്ന് പറഞ്ഞു. അമ്മച്ചി പറഞ്ഞു, മക്കളെ ചോറ് ഞാനൊന്നും പോവില്ല, എൻ്റെ പുള്ള ഒറ്റയ്ക്കേ ഉള്ളൂ, വണ്ടിയിൽ മിഷ്യൻ ഇരിക്കണമെന്ന്. ആ കറാൻ പറഞ്ഞപ്പം വണ്ടിയിൽ ബാക്ക് ടയർ റിവേഴ്സ് അടിച്ച് എൻ്റെ ദേഹത്ത് ഇത്രയും ചെളി അടിപ്പിച്ച് ഞാനും അങ്ങോട്ട് ഓടി. അതിനിടെ കൂടെ എൻ്റെ ഒരു ഫാൻ വന്ന് പറഞ്ഞ്, ചേട്ടായി ഇന്നലത്തെ വീഡിയോ പൊളിച്ചെന്ന്. അവൻ ഒടിയിലാണ് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലായി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും കൂടെ ഉള്ളത് പൊളിക്കും. പിന്നെ ഒന്നും നോക്കിയില്ലേ, ക്യാമറയെ നോക്കാറ് ഞാൻ കട്ട അഭിനയം അഭിനയിച്ചു തുടങ്ങി. കുട്ടി നിക്കറും ബനിയനും ഇട്ട് അങ്ങോട്ട് ഇറങ്ങി ഗ്രൗണ്ടിൽ. കളിക്കാനുള്ള സമയമാണ് കേട്ടോ. നമ്മൾ ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, വോളിബോൾ കളിക്കും. പക്ഷെ നമ്മളെ ക്യാമറയുടെ ഇടയിൽ കൊണ്ട് ചെറുക്കൻ കണ്ടി കൂടെയൊക്കെ വെച്ചിട്ട് വേണ്ട പരിപാടി. ബംഗാളികൾക്കൊപ്പം ബംഗാളിയായ ഞാനും. ബംഗാളി പിള്ളേരാണെങ്കിൽ അവന്മാരെല്ലാം വിവരമുള്ളവന്മാരാണ് കേട്ടോ. ഇത്രയും ചെളിയടിച്ചിട്ടും ആവേശം കൊണ്ടങ്ങ് കയറി നിൽക്കുകയാണ്. ആ ടയർ കത്തിച്ചെല്ലാണ്ടില്ലേ, കല്ലെടുത്തിട്ട് റിവേഴ്സ് അടിക്കുന്നുണ്ട്. ഒരു ലോട്ട് ടയർ കത്തിപ്പോയി കാണും കേസ്. ഇന്നത്തെ വീഡിയോയിൽ വോയിസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നാളത്തെ വീഡിയോയിൽ എല്ലാം വന്ന് കമന്റ് ഇടണം. അമ്മച്ചി വികാറിന്റെ എൻ്റെ കൈ കൊണ്ട് തീരുമാനം എത്ര കിട്ടിയിട്ട് ഇവന്മാരൊന്നും മനസ്സിലാക്കില്ല പറ്റും. ഇവന്മാർ വീണ്ടും തള്ളാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. തള്ളി 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 ആ ടയർ 2 ബാക്ക് തീരാറായി കേസ്. ഇത്രയും കാണുമ്പോൾ ഇത്രയേ ഉള്ളത്. ഇതെല്ലാം ചതുപ്പ് പ്രദേശമാണ് കേസ്. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പരിപാടി നടക്കില്ല. ഈ വണ്ടി ഞാൻ അവനോട് അപ്പോഴേ പറഞ്ഞു, ഇത് തള്ളാൻ വേണ്ടി വെളിയിൽ നിന്ന് വണ്ടി വിളിക്കേണ്ടി വരുമോ. അതിനുശേഷം തളർച്ച നിരത്തി കുറച്ച് നേരം ക്രിക്കറ്റ് കളിയിലോട്ടായി. വണ്ടി അവിടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് അവന്മാരും ഞങ്ങളെല്ലാവരും ഇവിടെ ക്രിക്കറ്റ് കളിക്ക് ഇറങ്ങി. കളിയോട് കളി വീണ്ടും തുടങ്ങി കേസ്. ഞങ്ങളാ രാജാവ് അടുത്തുണ്ട്. ഞങ്ങൾ പിന്നെ ക്രിക്കറ്റ് കളി തുടങ്ങിയതിന് ശേഷം കുറച്ച് നേരം ഒരു ആശ്വാസം പോലെ മഴയും ഉണ്ടായിരുന്നു. മഴയും നനഞ്ഞ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴാണ് വീണ്ടും മറ്റവൻ എവിടെ നിന്നോ വീണ്ടും അടുത്ത കല്ലും കൊണ്ടുവരണം. ഇവന്മാർക്കൊരു ധൈര്യമുണ്ട് സംഭവം കേസ്. ഇനി വണ്ടി മറിഞ്ഞാലും ആൾ മറിഞ്ഞാലും ഇവന്മാർക്ക് അതൊന്നും വിഷയമല്ല. അവന്മാർ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സമയം ക്രിക്കറ്റ് കളിക്കും. അതാണ് ഇവന്മാർ. അവൻ്റെ വണ്ടി പറഞ്ഞ സങ്കടത്തിൽ അവനാണ് കയറി ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അവൻ്റെ വണ്ടി ഇത്രയും ലോഡ് ഇരിക്കണം, അതിൽ ലോഡുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും അവൻ കൂളായിട്ട് നിൽക്കണം. അവൻ്റെ കൂടെ വന്നവൻ ഫീൽഡിങ് നിൽക്കണം. അവർ ഹാപ്പിയാണ്. അതിന് അവനെ അറിയാം. അവൻ്റെ കൂടെ ഒന്ന് ചോട്ടുണ്ട്. ചോട്ട് ഒരു ആടിനെ തളച്ചുകൊണ്ട് വരികയാണ്.
എൻ്റെ അടുത്ത് കണ്ടപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വരുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്നത്തെ ഉറപ്പായിട്ട് ഇന്നത്തെ വ്ളോഗ് നിങ്ങളെ ചേർത്ത് വരും. എനിക്ക് ഉമ്മമാർ ഏകദേശം 8-10 പേര് എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അവന്മാർക്ക് സബ് ടൈറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഇടൂല ഗൈസ്. അവന്മാരുടെ നാടിനെക്കുറിച്ച് ഞാൻ പറയണേ കേൾക്കണം. പിന്നെ ഇന്നലെ കണ്ട നദി ഇന്ന് നിറഞ്ഞു കവിഞ്ഞു. ഇവിടെ വേണ്ട മഴയായിരുന്നു ഗൈസ്. കിടിലം വെള്ളം. കുളിച്ചു. ഞാൻ അവിടെ നാട്ടിലാണ് പോയി കുളിച്ചത്. കുളിയും കഴിഞ്ഞ് നേരെ വന്നതിന് ശേഷം ഒന്നും നോക്കിയില്ല ഗൈസ്. കുറച്ച് നേരം ആനന്ദം. വീണ്ടും മഴ നനഞ്ഞു. വീണ്ടും കുളിച്ചു. ഇപ്പോൾ കുളിയും കാര്യങ്ങളാണ് കൂടുതൽ ഇവിടെ വന്നതിന് ശേഷം. പിന്നെ എൻ്റെ ആട്ടിൻകുട്ടങ്ങളും പശുക്കുട്ടങ്ങളെയും കണ്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രകൃതി രമണീയത ഞാൻ അങ്ങ് ആസ്വദിച്ചു. എന്നും മണ്ടയിലിരുന്ന് കുടിക്കുന്ന ചായ കുടിക്കുന്ന പാലത്തിൻ്റെ മണ്ട ഇന്നും കയറിയിരുന്നു. അതിനുശേഷം ഞാനൊന്ന് തലങ്ങും വിലങ്ങും നടന്നു ഗൈസ്. പിന്നെ വീണ്ടും ഇങ്ങനെ നടന്നപ്പോൾ ഒരു ട്രാക്ടർ വന്നു. എനിക്കറിയാം ഈ ട്രാക്ടർ മറ്റവനെ വലിച്ചു കയറ്റാൻ വേണ്ടി വരണേന്ന്. ഞാൻ പിന്നെ കണ്ട് മടുത്ത് കാരണം ഞാൻ അങ്ങോട്ട് പോയില്ല ഗൈസ്. ട്രാക്ടറിനെ ഞാൻ യാത്ര അയച്ചതിന് ശേഷം പാലത്തിൻ്റെ മണ്ടയിൽ നിന്ന് കുറച്ച് നേരം കൂടെ ഞാൻ ഓരോ കാഴ്ചകളും കണ്ടതിന് ശേഷം കുറച്ച് താഴോട്ട് നടന്നു തുടങ്ങി. വീണ്ടും നടക്കുക, കഴിക്കുക, ഇരിക്കുക. ഇപ്പം ഇവിടുത്തെ പരിപാടി ഇതാണ്. ഇത് ഒഡീഷയാണ്. ആദ്യം ഇത് ഒഡീഷയായിരുന്നു, അതിനുശേഷം ബീഹാറായി, അതിനുശേഷം ഇപ്പോൾ ജാർഖണ്ഡ് സർക്കാരാണ് ഇവിടെ ഉള്ളത്. ജാർഖണ്ഡാണ്. അപ്പം പറഞ്ഞു വരുമ്പം വളരെ വിശാലമായ കാഴ്ചകളാണ്. അതിനോടൊപ്പം ഇന്നലത്തെ എൻ്റെ കമ്പനിക്കാരൻ ഞാൻ ഇന്നും കണ്ടു. അവനും ഞാനും കുറച്ച് നേരം ഉല്ലാസത്തിലായി. അവൻ എന്നെ ഇന്നലത്തിന് ശേഷം മറന്നൊന്നുമില്ല. അവൻ ഇന്നും എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഒരാളെ കൊണ്ടുവരണം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ഭജനയാണെന്ന്. പക്ഷേ ഇത് ഭജനയല്ല. ഒരാൾ മരിച്ച ഒരാളെ ബോഡി കൊണ്ട് ശ്മശാനത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ഒരു ഡെഡ് ബോഡിയാണ് കൊണ്ടുവരുന്നത്. തൊട്ട് മുകളിലുള്ള ഒരാളാണെന്ന് അറിഞ്ഞു. തമിഴ്നാട് പോലെയാണ് ഇവിടെയും. പിന്നെ ഞാൻ കുറച്ച് നേരം അത് കണ്ടു നിന്നു. പിന്നെ ഞാൻ അവർക്കൊപ്പം കുറച്ച് ദൂരം പോയി. എങ്ങനെയാണ് ആചാരങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ദൂരം അവർക്കൊപ്പം നടന്നു പോയി. പ്രാർത്ഥനയാണ്. എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ അവർക്കൊപ്പം കൂടെ നടന്നു. ശ്മശാനത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. തൊട്ടടുത്തൊരു ഹനുമാൻ ഭഗവാന്റെ ടെമ്പിളുണ്ട്, ഹനുമാൻ മന്ദിരമുണ്ട്. അപ്പം മന്ദിരിൽ ഞങ്ങൾ കയറി. ഇവിടെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സ്ഥിരം കാണുന്നത് കൊണ്ടായിരിക്കാം ഇവിടുത്തെ ആരും പഴയ രീതിക്ക് സൂക്ഷ്മമായി നോക്കുന്നില്ല. ഞാൻ എന്തൊക്കെയായാലും വരട്ടെ എന്ന് പറഞ്ഞ് ക്യാമറയും പിടിച്ച് ഷൂട്ട് ചെയ്തതെല്ലാം. അപ്പം എനിക്ക് മനസ്സിലായി ശ്മശാനത്തിൽ ദഹനമാണ്. ദഹിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ നടന്നു. ചെണ്ടടിക്കാൻ വന്ന വിദ്വാൻമാരോടൊപ്പം ഞാനും ബാക്കിൽ നിന്ന് ക്യാമറയുമായി മൂവ് ചെയ്യുകയാണ് ഗൈസ്. അവരാണ് ഭജന പോലെ പാടിക്കൊണ്ട് വന്നത്. 2 കുട്ടികൾ ഓടി വരുന്നുണ്ട്. അവന്മാർക്കെല്ലാം ഇപ്പോൾ എൻ്റെ സുപരിചിതമാണ്. ഞാൻ ഏകദേശം 4 ദിവസം കൊണ്ട് ഒഡീഷയിലുണ്ട്. ഞങ്ങളെല്ലാവരും നല്ല രീതിയിലാണ് സഹകരിച്ച് പോകുന്നത്. നമുക്ക് എന്ത് പറയാനാണ്, ഒരു ഗ്രാമീണ പ്രദേശത്ത് വരുമ്പോൾ നമ്മളും അവർക്കൊപ്പം. അല്ലാതെ നമുക്ക് ഈഗോ അല്ലാതെ ഞാനാണ് നീയാണെന്ന് പിന്നെ ഞാൻ അവരെ യാത്ര ആക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഗ്രാമീണത ചർച്ച ചെയ്യുന്ന കുടുംബശ്രീ അമ്മച്ചിമാരോടൊപ്പം നിന്നു. അവർ പറയുന്ന കാര്യങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലായി. മരിച്ച ആളെ പറ്റി കുറ്റവും ആളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പിന്നെ അതിനൊന്നും കാര്യമാക്കി എടുത്തില്ല.